എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 35-ാമത് വചനം. ആ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു എന്നുള്ള വചനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ മനുഷ്യന് ജീവശ്വാസം നൽകി ജീവനുള്ള ദേഹികളാക്കി അവരെ നിർത്തുകയും ചെയ്തു. അവർ മരണം കൂടാതെ ജീവനിൽ നിലനിൽക്കുവാൻ വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ദൈവത്തെ നിരന്തരം കാണുകയും ദൈവം കൽപ്പിച്ചതായ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവിതം നടത്തണമെന്നും അനുസരണക്കേട് ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടാൽ അത് ജീവനിൽ നിന്നും മരണത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്നും കൃത്യവും വ്യക്തവുമായ തലത്തിൽ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും ഓർമ്മപ്പെടുത്തുന്നത് ഒരു മനുഷ്യന് ജീവൻ നൽകുന്നത് ദൈവമാണെന്നും മനുഷ്യൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന 2 മർമ്മപ്രധാനമായ പ്രമാണമാണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണവും ജീവൻ്റെ പ്രമാണവും എന്ന് പറയുന്ന 2 പ്രമാണങ്ങളാണ്. മരണത്തിലേക്ക് പോകുന്നവരായിട്ടല്ല, ജീവനിലേക്ക് പ്രവേശിക്കുന്നവരായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്: എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തുന്നവൻ അതിനെ കളയും. ഈ ലോകത്ത് അത്യുന്നതനായ ദൈവത്തേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ മാത്രമല്ല, രക്ഷപ്പെടുവാൻ വേണ്ടി, നന്മ പ്രാപിപ്പാൻ വേണ്ടി, ജീവൻ പ്രാപിപ്പാൻ വേണ്ടി ബന്ധപ്പെട്ടോടുന്ന ഒരനുഭവങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ അംഗീകാരം എനിക്കും നിങ്ങൾക്കും പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുകയില്ലെന്നും കർത്താവായ യേശുക്രിസ്തു ചുമന്നതായ ക്രൂശ് ചുമന്നുകൊണ്ട് കഷ്ടതയുടെ വഴികളിലൂടെ നാം യാത്ര ചെയ്യുന്നു എങ്കിൽ നമുക്ക് ദൈവം നൽകുന്ന ഒരു ദാനമാണ്, ഒരു ഭാഗ്യകരമായ അനുഭവമാണ് ജീവനിൽ പ്രവേശിക്കുക, ജീവൻ കണ്ടെത്തുക എന്ന് പറയുന്നതായ ഘടകം. ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുകയുള്ളെന്നും ആകയാൽ യേശുക്രിസ്തുവിലൂടെ മനുഷ്യന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിത്യജീവനിൽ പ്രവേശിക്കപ്പെടേണ്ടതിന് ജീവിതത്തിൽ മറ്റെല്ലാത്തേക്കാളധികമായി ദൈവത്തെ സ്നേഹിപ്പാനും കഷ്ടതയാകുന്ന ക്രൂശ് ചുമന്നുകൊണ്ട് ആ നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനും വേണ്ടി നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരാകണമെന്നും ആ തലത്തിൽ ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കുന്നവരും ഏറ്റവും അധികം യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുന്നവരുമായി നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമുക്കും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലത്തിൽ മുൻപോട്ട് പോകുന്നവരുമായി തീരാം. അതിന് സർവശക്തനായ ദൈവം എൻ്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ
നിത്യജീവനിൽ നിന്ന് നിത്യനാശത്തിലേക്കും മരണത്തിലേക്കും പോകുന്നവരായിട്ടല്ല. ഞങ്ങൾ ജീവനെ കണ്ടെത്തേണ്ടതിന് ജീവൻ്റെ ഉറവിടമാകുന്ന ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, ക്രിസ്തുവിനെ അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ അദൃശ്യ സാന്നിധ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.